സഞ്ചാരികളെയായി പുറത്തേക്ക് ഇറക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ നമുക്കറിയാം ആക്സിയം ദൗത്യത്തിന്റെ ഭാഗമായത് 4 ബഹിരാകാശ സഞ്ചാരികളാണ്. അതിലൊന്നാണ് നമ്മുടെ ഇന്ത്യയുടെ ശുഭാംശു ശുക്ല. അതിനൊപ്പം ശുഭാംശുവിനൊപ്പം ഉണ്ടായിരുന്നത് മിഷൻ കമാൻഡർ പെഗ്ഗി വിറ്റ്സൺ ആണ്. പിന്നീട് ഒപ്പമുണ്ടായത് മിഷൻ സ്പെഷ്യലിസ്റ്റുകളായിട്ടുള്ള സ്ലാവോസ് ഉസ്നാൻസ്കിയും അതോടൊപ്പം ടൈബോർ കാപ്പുവുമാണ്. അപ്പോൾ ഇവരെ ഓരോരുത്തരെയായി ഈ പേടകത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അജയ്, തുടരാം. ഇപ്പോൾ പെഗി വിറ്റ്സൺ ഈ പേടകത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞു. ഇനി അടുത്ത് ബാക്കിയുള്ള 3 പേരെയും ഓരോരുത്തരെയായി പുറത്തേക്ക് എത്തിക്കും. പെഗി വിറ്റ്സൺ ഇതിനു മുൻപേയും ഈ ഡ്രാഗൺ പേടകത്തിൽ തന്നെ ബഹിരാകാശ യാത്ര നടത്തിയിട്ടുള്ളതാണ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുള്ള വനിത കൂടിയാണ് അവർ ഇപ്പോൾ നിലവിൽ പുറത്തെത്തിക്കഴിഞ്ഞു. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തീർച്ചയായിട്ടും പുതിയ അനുഭവമല്ല. നിരവധി അനുഭവങ്ങളുള്ള ഒരു വനിത കൂടിയാണ്. മറ്റുള്ള 3 പേരെ ശുഭാംശു ശുക്ല ഉൾപ്പെടെയുള്ള മറ്റ് 3 പേർക്ക് ഇവരുടെ അനുഭവ സമ്പത്ത് കൂടി തീർച്ചയായിട്ടും തുണയായിട്ടുണ്ട്. ഇപ്പോൾ പെഗി വിറ്റ്സൺ അവർ പുറത്തെത്തിക്കഴിഞ്ഞു. ഇനി അടുത്ത് മറ്റുള്ള 3 പേരെയും ഓരോരുത്തരെയായിട്ട് പുറത്തേക്ക് എത്തിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് മുൻപ് സുനിത വില്യംസിനെ പുറത്തെത്തിച്ചതുപോലെ പൂർണ്ണമായിട്ടും സ്ട്രക്ചറിലായി അല്ല ഇപ്പോൾ പുറത്തെത്തിച്ചത് നമുക്ക് കാണാൻ സാധിച്ചത്. ഇപ്പോൾ 2 ബഹിരാകാശ മറ്റ് 2 ഗ്രൗണ്ട് സ്റ്റാഫുകൾ 2 സൈഡിൽ നിന്ന് സപ്പോർട്ട് ചെയ്താണ് പുറത്തേക്ക് എത്തിച്ചത്. ചിലപ്പോൾ സുനിത വില്യംസ് നിരവധി ദിവസം ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ദിവസം ബഹിരാകാശത്ത് ചെലവഴിക്കേണ്ടി വന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കാരണം കൂടുതൽ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ ഉള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇപ്പോൾ നിലവിൽ പ്രാരംഭഘട്ടത്തിൽ സ്വീകരിച്ചിട്ടുള്ളതായി നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഇനി അവരെ എന്തായാലും ഇനി എയർലിഫ്റ്റ് ചെയ്യുന്ന നടപടിക്രമങ്ങളെല്ലാം ഇതിലേക്ക് കടക്കും. ഇപ്പോൾ പെഗി വിറ്റ്സനെ ഈ റിക്കവറി വെസലിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇനി വൈറ്റൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷമായിരിക്കും ഇനി എയർലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെലികോപ്റ്ററിലേക്ക് മാറ്റുന്നത്. ഇത് അടുത്തയാളെ പുറത്തേക്ക് എത്തിക്കുന്നു. അതാരാണെന്ന് നമുക്ക് ഉടൻ തന്നെ കാണാം. അതെ 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 തീർച്ചയായിട്ടും അദ്ദേഹം തന്റെ ആ ഒരു നിഷ്കളങ്കമായിട്ടുള്ള ആ ചിരിയോടെ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഇപ്പോൾ അടുത്ത് മറ്റൊരാളെ സഞ്ചാരിയെ പുറത്തേക്ക് എത്തിച്ചു കഴിഞ്ഞു. നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ എല്ലാം അഭിമാനമായി പേടകത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. വളരെ ഊർജ്ജസ്വലനായി തന്നെ നിറഞ്ഞ ചിരിയോടുകൂടി കൈവീശി കാണിച്ചുകൊണ്ട് നമ്മുടെ അഭിമാന താരകം ഇതാ ആ റിക്കവറി വെസലിലേക്ക് ആ പേടകത്തിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ വളരെ വിജയകരമായി അഭിമാനം കുറിച്ചുകൊണ്ട് നമ്മുടെ ആ മിഷൻ സാധ്യമായിരിക്കുകയാണ്. അജയ്, അതെ തീർച്ചയായിട്ടും ശുഭാംശു ശുക്ല ഇതാ പുറത്തേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ISROയിൽ നിന്നുള്ള ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഉൾപ്പെടെ വളരെ വലിയ കരഘോഷത്തോടെയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. ഏതാണ്ട് സിനിമയിലുള്ള നായകന്മാർ भोलेनाथ जी की कृपा है। अच्छा लग रहा है बेटा जो है बेटा वापस चलाया है तो ये भावुक पल है भाई उसका जो है बहुत अच्छा लग रहा है। अब इस समय जो है हम लोग बच्चे को देखकर बहुत खुश हैं। 18 दिन रहे वहाँ पर, अच्छी रही यात्रा, अच्छी रही जैसा कि हाँ बात होती थी और लगता था आपको कि अंतरिक्ष से बात हो रही है। अब मंत्री से बात कर लेता था थोड़ा हल्का लगता था। यही पल तो था जिसके लिए जी रहे थे। नहीं बिल्कुल उसका मिशन पूरा हुआ। अब ईश्वर को बहुत बहुत धन्यवाद और सभी देशवासियों का आभार साक्षात रूप से मिलने के लिए शुभांशु से नहीं बिल्कुल बहुत अच्छा लगा। बहुत मिलना कब होगा? अब मिलना 15 दिन लग जाएंगे। तो काफी उनका इंतजार है, किस तरीके से स्वागत की तैयारी है? नहीं बहुत भव्य स्वागत करेंगे हम लोग जो है बिल्कुल एंजॉय करेंगे, पार्टी करेंगे, पूरा बैंड बाजे के साथ स्वागत करेंगे। जो कुछ होगा बहुत अच्छे तरह स्वागत करेंगे। അത്യാഘാതം കൊണ്ട് വാക്കുകൾ ഇടറുന്ന ഒരു നിമിഷം, അഭിമാനം കൊണ്ട് കണ്ണ് നിറഞ്ഞ് ആണ് സംസാരിക്കുന്നത് ശുഭാംശുവിന്റെ പിതാവ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് സംസാരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. കുട്ടിയെ കണ്ടിട്ട്, മകനെ കണ്ടിട്ട് സന്തോഷമായി എന്ന് പറയുന്നു.
बस अब मिलने की मुलाकात है, अभी तक जो है आने की वो थी, अब मिलने की अपेक्षा है। बस जितनी जल्दी मिलेंगे उतनी जल्दी मिलेंगे हमसे। जब वो आ रहे थे, लैंड हो रहे थे, उस टाइम पे काफी प्रार्थना कर रहे थे मन ही मन में, क्या कुछ ये तो अब ईश्वर से प्रार्थना करते हैं कि वही सब कुछ ले आवे, यही हमारे लिए ये देखो। शिवांशु के पिताजी तो तुम्हारे साथ है सर, जिस तरीके से हाथों में ഇനി നേരിട്ട് കാണുവാനുള്ള കാത്തിരിപ്പാണെന്നാണ് പിതാവ് പറയുന്നത്. ഇനി കണ്ടാൽ മതി, അതിനുവേണ്ടി ആ നിമിഷത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. ഇവിടെ ഇന്ത്യയിലേക്ക് എത്തുന്ന ആ നിമിഷത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് അവർ. വളരെ ഊഷ്മളമായ സ്വീകരണം, വളരെ ആഘോഷമായ പാർട്ടിയൊക്കെ കൊടുക്കും, ആ പാർട്ടിയൊക്കെ നടത്തുമെന്നും ഒക്കെ അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. അമ്മയ്ക്ക് അധികം സംസാരിക്കാൻ കഴിയുന്നില്ല, കാരണം അച്ഛനെയും അമ്മയും ഭാര്യയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് ജീവൻ പിടയുന്ന നിമിഷങ്ങളാണല്ലോ ഈ ബഹിരാകാശത്ത് നിന്ന് മടങ്ങി വരിക എന്നൊക്കെ പറയുന്നത്. അത്രത്തോളം അപകടകരമായ സങ്കീർണമായ മുഹൂർത്തമാണ്. അത് അതിജീവിച്ച് തങ്ങളുടെ മകൻ ഭൂമിയിലേക്ക് മടങ്ങി എത്തി എന്നതാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സന്തോഷം, അഭിമാനം എന്ന് പറയുന്നത്. ശാസ്ത്രപരമായിട്ടുള്ള നേട്ടങ്ങൾ മകൻ കൈവരിച്ചതിനെ കുറിച്ചൊക്കെ സ്വാഭാവികമായും ഒരു സാധാരണക്കാരായ അച്ഛനും അമ്മയും ഭാര്യയും ഒക്കെ ചിന്തിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ ആ ഒരു നിമിഷത്തിൽ അത്ഭുതം പൂണ്ട് ഇരിക്കുകയാണ്, അഭിമാനത്തോടെ ഇരിക്കുകയാണ്, സന്തോഷത്തോടെ ഇരിക്കുകയാണ്. പക്ഷെ അതിനപ്പുറം കൂടുതൽ സംസാരിക്കാൻ ഈ ഘട്ടത്തിൽ കഴിയുന്നില്ല. എന്തായാലും ശുഭാംശുവിനെ ഇനി നേരിട്ട് കാണുവാനുള്ള വ്യഗ്രതയിൽ ഇരിക്കുകയാണ് കുടുംബം, ആ നിമിഷത്തിനായി കാത്തിരിക്കുകയാണ് എന്ന് പറയുന്നു. അജയ്, ഇവിടെ ദൗത്യം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 സഞ്ചാരികൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. ഇനി ഒരാൾ മാത്രമാണ് അവശേഷിക്കുന്നത് അല്ലേ? അതെ, ഇനി ടിബോർ കപു കൂടിയാണ് പുറത്തേക്ക് വരാനുള്ളത്. സ്ലാവോ സുസ്നാവിസ്കി അദ്ദേഹം മൂന്നാമതായി പുറത്തു വന്നു കഴിഞ്ഞു. അദ്ദേഹവും വളരെ സന്തോഷത്തോടു കൂടി പുറത്തു വന്നു. ഇനി അടുത്ത് പോളണ്ടിൽ നിന്നുള്ള സഞ്ചാരിയായിട്ടുള്ള ടിബോർ കപുവാണ് അടുത്ത് ഏറ്റവും അവസാനമായി ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അദ്ദേഹത്തെ പുറത്തേക്ക് എത്തിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഇനി അദ്ദേഹം കൂടി പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ ക്രൂ മെമ്പേഴ്സും കൂടി പുറത്തേക്ക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹവും വളരെ ഊർജ്ജസ്വലനായ സന്തോഷത്തോടു കൂടി മിഷൻ കംപ്ലീറ്റ് ചെയ്തതിന്റെ എല്ലാ സന്തോഷവും മുഖത്ത് നിറച്ച് ഒരു വലിയ ചിരിയോടുകൂടി ലോകത്തെ അഭിസംബോധന ചെയ്യുകയാണ്. കൈവീശി കാണിച്ചുകൊണ്ട് അദ്ദേഹം വളരെ മെല്ലെ മെല്ലെ ആ വെസലിനുള്ളിലേക്ക് നടന്നു നീങ്ങുകയാണ്. അങ്ങനെ മിഷൻ പരിപൂർണമായിരിക്കുന്നു അല്ലേ അജയ്? അതെ, 100% വിജയം എന്ന് തന്നെ പറയാം. ഇപ്പോൾ എല്ലാ ബഹിരാകാശ സഞ്ചാരികളെയും ആക്സിയം 4 ദൗത്യത്തിന്റെ എല്ലാ ബഹിരാകാശ സഞ്ചാരികളെയും പുറത്തെത്തിച്ചു കഴിഞ്ഞു.